എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതി മുഹമ്മദ് സൈഫിയുമായി കണ്ണൂരിൽ തെളിവെടുപ്പ് തുടരുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ D1 കോച്ചിൽ എത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ 3/4 മണിക്കൂറായി അവിടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ തെളിവെടുപ്പ് നടക്കുന്നു. അവിടേക്ക് അന്വേഷണ സംഘം മുഹമ്മദ് സൈഫിയെ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തീവയ്പുണ്ടായ ട്രെയിനിന്റെ D1 കോച്ചിൽ എത്തിച്ച് തീവയ്പ് നടന്ന D1 കോച്ചിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. അവിടെ തെളിവെടുപ്പ് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, കേസിന്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിയുമായി റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടക്കുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കണ്ണൂരിൽ ഇയാൾ എത്തി എന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്നുണ്ട്. അവിടെ എത്ര നേരം തങ്ങി, അവിടെ നിന്നാണ് മറ്റിടങ്ങളിലേക്ക് പോയത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന തെളിവെടുപ്പ് വളരെ നിർണായകമല്ലേ? കൃത്യമായി, അതായത് D1 കോച്ചിലെ പ്ലാറ്റ്ഫോം നമ്പർ 3 നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിലെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഷാരിഫ് സൈഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങുകയായിരിക്കും. വാഹനത്തിൽ കയറ്റി അത്തരത്തിൽ പുറത്തേക്ക് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് എത്തിച്ചത്. കാരണം ഈ ബോഗിയിൽ മാത്രം പരിശോധന നടത്തുമെന്ന സൂചനയായിരുന്നു ആദ്യം നൽകിയിരുന്നത്. അത് ഉറപ്പായിരുന്നു. അത് കൃത്യമായ നടപടി പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. വലിയ ഒരു 6-7 കോൺവോയ് വാഹനങ്ങളുടെ അകമ്പടിയിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ സ്ട്രൈക്കർ ഫോഴ്സിന്റെയും കേരള പോലീസിന്റെ കമാൻഡർ സംവിധാനങ്ങൾക്കും നടുവിലാണ് പ്രതിയുമായി അന്വേഷണ സംഘം കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ഇനി ഇവിടെ നിന്ന് എവിടേക്ക് എന്ന ചോദ്യം, അതിന് കൃത്യമായ ഒരു ഉത്തരം അന്വേഷണ ഏജൻസികൾ ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ വലിയ ഗതാഗത കുരുക്കുള്ള വഴികളിലൂടെ തിരികെ എലത്തൂരിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ എടുക്കുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് അടുപ്പിച്ച് മാത്രമേ ആ എലത്തൂരിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എലത്തൂരിൽ ഇനി തെളിവെടുപ്പിന് എത്തിക്കുന്നതിനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ഈ ഒരു കേസിന്റെ സാഹചര്യം നമുക്കറിയാം, അതിന്റെ ഗൗരവം നമുക്കറിയാം, പ്രാധാന്യം അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പോലീസ് അസാധാരണമായ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം മാവൂർക്കുന്ന AR ക്യാമ്പിലേക്ക് അന്വേഷണ സംഘം തിരികെ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം പിന്നീട് ഷൊർണൂരിലേക്കും എലത്തൂരിലേക്കും തെളിവെടുപ്പിന്റെ ഭാഗമായി പ്രതിയുമായി അന്വേഷണ സംഘം എത്താനിരിക്കുന്നത്. തീർച്ചയായും ഡാൻ, എന്തായാലും ഇന്ന് 3/4 മണിക്കൂറോളമാണ് അന്വേഷണ സംഘം പ്രതിയുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചത്. അതിൽ ആ ട്രെയിനിന്റെ D1 കമ്പാർട്ട്മെന്റിലാണ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പ്രതിയെ D1 കോച്ചിലെ തെളിവെടുപ്പിന് ശേഷം പ്ലാറ്റ്ഫോമിൽ കൂടി കൊണ്ടുവന്ന് വാഹനത്തിൽ കയറ്റി അന്വേഷണ സംഘം അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. ഇനി കൂടുതൽ തെളിവെടുപ്പ് ഇന്നുണ്ടോ, അതോ ഇന്നത്തെ തെളിവെടുപ്പ് അവസാനിപ്പിച്ചോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനിരിക്കുന്നേയുള്ളൂ. ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, ഇന്ന് ഏതാണ്ട് 3/4 മണിക്കൂറോളം അന്വേഷണ സംഘം പ്രതിയുമായി ആ റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചു. D1 കോച്ചിലായിരുന്നു പ്രധാനമായും തെളിവെടുപ്പ് നടന്നത്. അവിടെ മാത്രമാണോ തെളിവെടുപ്പ് നടന്നത്? എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ പ്ലാറ്റ്ഫോം ഈ തീവണ്ടിയിൽ കണ്ണൂരിലെത്തിയതിനു ശേഷം അയാൾ കുറച്ച് സമയം അവിടെ തങ്ങിയിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു ട്രെയിനിൽ രക്ഷപ്പെടുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ സ്റ്റേഷനിൽ തെളിവെടുപ്പ് ഉണ്ടായില്ല എന്നാണ് അറിയുന്നത്? ഇന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി ആദ്യം തന്നെ പ്രത്യേക അന്വേഷണ പ്രതിയെ കണ്ണൂരിൽ എത്തിച്ചത് മറ്റ് വിവരങ്ങളൊന്നും തേടുന്നതിനല്ല. കൃത്യമായി അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ തീ വെച്ച് കത്തിക്കാൻ ശ്രമിച്ച ഈ D1 കോച്ച് അത് സുരക്ഷിതമായി മാറ്റിയിരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഈ കോച്ചിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റിനുള്ളിൽ എത്തിച്ച് പരിശോധന നടത്തിയത് തെളിവെടുപ്പ് ഒരു കൃത്യമായ
റിക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഉണ്ടായ സംഭവങ്ങളെ റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു നടപടികളാണ്, പുനരാവിഷ്കരിക്കുന്ന നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരേണ്ടതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടേക്ക് എത്തിച്ചത് എന്ന സൂചനയാണ് നമുക്കുള്ളത്. എന്തായാലും ഇയാൾക്ക് ആരെങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ സംഘത്തെ കുറിച്ചിരുന്നത്. അത്തരത്തിൽ സംശയത്തിന് ഇട നൽകുന്ന ചില വിവരങ്ങൾ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കൈമാറുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ട്രെയിൻ എലത്തൂരിൽ വെച്ച് ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തി ഇയാൾക്ക് തീ വെക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകിയത് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സഹായിയാണോ എന്ന സംശയം ബലപ്പെടാൻ കാരണം അതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വഴിയിലേക്ക് കൂടി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കി തുടരുമ്പോൾ ആ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ക്രൈംബ്രാഞ്ച് എസ് പി ഉൾപ്പെടെയുള്ള മറ്റൊരു സംഘം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ഷഹീൻബാഗ് അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് ഒരു ഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി സഹകരിച്ചിരുന്നില്ല എന്ന വാർത്തകൾ വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അത്തരത്തിൽ അവർക്ക് മുമ്പോട്ട് പോകാനും കഴിയുകയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ കേസിന്റെ അതീവ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കേസിന്റെ തുടരന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കേസന്വേഷണം ഒക്കെ കടന്നു പോകുന്നത്. NIA ഉടൻ തന്നെ ഈ കേസന്വേഷണം ഏറ്റെടുക്കും എന്ന സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നു. ഡാൻ, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? കണ്ണൂരിൽ എത്തിച്ച് D1 കോച്ചിലെ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ഇപ്പോൾ വാഹനത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നിനി കൂടുതൽ തെളിവെടുപ്പുകൾ ഉണ്ടാകുമോ, അതോ ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുപോയി ഇന്ന് ലഭിച്ച ഈ തെളിവെടുപ്പിനിടെ ലഭിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുമോ? അതിനാണോ സാധ്യത കൂടുതൽ? രേണുക രണ്ടാമത് സൂചിപ്പിച്ച കാര്യം അതിന് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. അതായത് ഇന്ന് മറ്റു തരത്തിലുള്ള തെളിവെടുപ്പിന് ഏതെങ്കിലും സ്ഥലത്തിലേക്ക്, അതായത് എലത്തൂരിലേക്കോ ഷൊർണൂരിലേക്കോ കൊണ്ടുപോകുന്നതിനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ നമുക്ക് അപ്പോഴും ആ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഈ കേസിൽ 11 ദിവസം മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടു നൽകിയിരിക്കുന്നത്. അതിൽ 6 ദിവസം പൂർത്തിയാകുകയാണ്. ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ ആദ്യഘട്ടം നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അതിന്റെ പേരിൽ ഏറെ വഴിമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ ശാസ്ത്രീയമായി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അല്പമെങ്കിലും ചോദ്യം ചെയ്യലിനോട് ഇയാൾ സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഈ തീ വെക്കാൻ ശ്രമിച്ച D1 കോച്ചിനുള്ളിലെ പരിശോധന പോലീസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ പരിശോധനകൾക്ക് ശേഷം അവിടെ നിന്ന് ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. പക്ഷേ അതും ഇനി നടക്കാനിരിക്കുന്ന തെളിവെടുപ്പുമായി ബന്ധമുണ്ടാകില്ല. ആ തെളിവെടുപ്പ് കഴിവതും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഈ സമയ ദൈർഘ്യം കൊണ്ടാകാം. അതല്ല എങ്കിൽ ഇന്ന് തന്നെ എളുപ്പത്തിൽ എത്തിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് 5 മണി കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ സൂര്യൻ അസ്തമിച്ച ശേഷം വീണ്ടും ഈ തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾക്ക് വേണ്ടി എലത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കുന്നതിനുള്ള സാധ്യത വിരളമാണ് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഡാൻ, ഷാറൂഖ് സൈഫി വളരെ വലിയ സുരക്ഷയിലാണ് ഷാറൂഖ് സൈഫിയുമായിട്ടുള്ള തെളിവെടുപ്പൊക്കെയും നടന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ കണ്ടതാണ് അകമ്പടി വാഹനങ്ങളുടേതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വളരെ സുരക്ഷിതമായി ഒരുപാട് പോലീസ് സന്നാഹത്തിലൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. എങ്കിൽ പോലും തെളിവെടുപ്പ് ഏതാണ്ട് 3/4 മണിക്കൂറോളം നീളുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ സമഗ്രമായ തെളിവെടുപ്പ് തന്നെ നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കോച്ചുകൾ D1 ഉം D2 കോച്ചുകളാണ് കണ്ണൂരിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്? ഇത്രയധികം സമയം വലിയ സുരക്ഷയിൽ ഇത്രയധികം സമയം തെളിവെടുപ്പ് നീണ്ടത് വലിയ കാര്യമായ രീതിയിൽ തന്നെ അവിടെ തെളിവെടുപ്പ് നടന്നു എന്നതുകൊണ്ടാണല്ലോ. എന്തായിരിക്കും അത്രയും സമയമെടുക്കാനുള്ള കാരണം? 1 മണിക്കൂർ നീണ്ട പരിശോധനകളാണ് ഈ D1 D2 കോച്ചുകളിൽ ഈ ഷാരൂഖ് സൈഫിന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന ഒരു സംഘം ഈ പ്രതിക്ക് ഒപ്പം ഈ D1 കോച്ചിനുള്ളിലേക്ക് കയറിയത്. ആ കോച്ചിനുള്ളിൽ ഇയാൾ ഈ തീ വെക്കാൻ ശ്രമിച്ച സ്ഥലം ഒപ്പം തന്നെ ഈ 3 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിനടക്കം കൊലക്കുറ്റം പ്രതിക്കെതിരെ ഈ ചുമപ്പായ ചോദ്യം ചെയ്യൽ തന്നെ കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ തെളിവെടുപ്പ് തന്നെ 1 മണിക്കൂർ കൊണ്ട് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയാക്കിയാണ് നടപടിക്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം
വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രതിയുമായി ഷാരൂഖ് സൈഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം തിരികെ മടങ്ങുന്നത്. കണ്ണൂരിൽ നിന്ന് തിരികെ ഇങ്ങോട്ട് മടങ്ങുമ്പോൾ ഇനി രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബാക്കിയാകുന്നു, എലത്തൂരും ഷൊർണൂരും. ഇതിൽ എലത്തൂരിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേക്കാം, അതിനുശേഷമായിരിക്കാം ഷൊർണൂരിലേക്ക് എത്തിക്കുക എന്ന സൂചനകൾ തന്നെയാണുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ ആളുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ തിങ്ങിക്കൂടാനുള്ള സാധ്യത അത് പോലീസിനെ സംബന്ധിച്ച് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വലിയ വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്ഥിരീകരണം എവിടേക്കാണ് ഇയാളെ എത്തിക്കുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമുക്ക് കൃത്യമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇനി തെളിവെടുപ്പിന്റെ ഭാഗമായി എലത്തൂരിലേക്ക് പ്രതിയെ എത്തിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ മാവൂർക്കുന്ന് എയർ ക്യാമ്പിൽ എത്തിച്ച് ഇന്ന് അവിടെ വിശ്രമിച്ച ശേഷം തുടർ നടപടികൾ അടുത്ത ദിവസം ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തെളിവെടുപ്പുകളാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. തീവച്ച ട്രെയിനിന്റെ D1, D2 കോച്ചുകളിലാണ് തെളിവെടുപ്പ് നടന്നത്. അതിനുശേഷം മുഹമ്മദ് സൈഫിയുമായി അന്വേഷണ സംഘം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും കടക്കാൻ സാധ്യതയെന്നും ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റൽ സംബന്ധിച്ച നിയമയുദ്ധം ഇനി ഹൈക്കോടതിയിലേക്ക്. കേസ് ഫുൾ ബെഞ്ചിന് വിട്ട ഉത്തരവിനെതിരെ നൽകിയ റിവ്യൂ ഹർജി ലോകായുക്ത തള്ളി. കേസ് ഫുൾ ബെഞ്ച് ഇന്ന് പരിഗണിച്ചെങ്കിലും പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ജൂൺ 5 മാറ്റി. അതിനു മുൻപ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരൻ RS ശശികുമാറിന്റെ നീക്കം. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് RS ശശികുമാർ നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചത്. പരാതിക്കാരന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടവും ലോകായുക്ത ജഡ്ജിമാരും തമ്മിൽ 3/4 മണിക്കൂറോളം നീണ്ട സംവാദത്തിനൊടുവിലാണ് റിവ്യൂ ഹർജി തള്ളിയത്. കേസ് 3 അംഗ ബെഞ്ചിന് വിട്ട നടപടി പിൻവലിക്കണമെന്നായിരുന്നു അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തിന്റെ ആവശ്യം. ജഡ്ജിമാർക്കിടയിലെ ഭിന്നാഭിപ്രായം എന്തെന്ന് ഉത്തരവിൽ വ്യക്തമാക്കാത്തതും ചൂണ്ടിക്കാട്ടി. കേസിൽ അന്വേഷണം പൂർത്തിയായതാണെന്നും വാദിച്ചു. അന്തിമ തീർപ്പിൽ എത്തിയിട്ടില്ലെന്ന് ലോകായുക്തയും ഉപലോകായുക്തയും വ്യക്തമാക്കി. നിയമസാധുത പരിശോധിച്ച് 3 അംഗ ബെഞ്ച് തീർപ്പാക്കിയ ശേഷമാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചതെന്ന വാദം. എന്നാൽ അതെല്ലാം പ്രാഥമിക ഘട്ടത്തിലായിരുന്നുവെന്നായിരുന്നു ലോകായുക്തയുടെ മറുപടി. ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയെ തന്നെ മുൻനിർത്തിയാണ് ജോർജ് പൂന്തോട്ടത്തെ ജസ്റ്റിസ് സിറിയക് ജോസഫ് നേരിട്ടത്. സാധുത സംബന്ധിച്ച് 2 അംഗ ബെഞ്ചിന്റേത് ഭിന്നവിധിയായിരുന്നു. അന്ന് 3 അംഗ ബെഞ്ചിന് വിടുമ്പോൾ ജഡ്ജിമാർ ഭിന്നത ഏത് വിഷയത്തിലെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഹർജി ഫയലിൽ സ്വീകരിക്കാനുള്ള ഉത്തരവിലേക്ക് എത്തിയത്. മന്ത്രിസഭാ തീരുമാനം ലോകായുക്ത നിയമപരിധിയിലല്ലെന്ന എതിർകക്ഷികളുടെ വാദം നിലനിൽക്കുകയാണ്. അതിനാലാണ് 3 അംഗ ബെഞ്ച് അന്വേഷണം നടത്താൻ പോകുന്നത്. അതിൽ വാദിയും സഹകരിക്കണമെന്ന് ലോകായുക്ത വ്യക്തമാക്കി. 31 ഓർഡർ അത് കിട്ടി. ഇന്നത്തെ പാസ്സാക്കാൻ പോകുന്ന ഓർഡർ എന്താ പാസ്സാക്കുന്നതെന്ന് അവർ പറഞ്ഞു. പാസ്സാക്കുന്ന ഓർഡർ അത് കാണണം. അതിന്റെ മെറിറ്റോടെ നോക്കിയതിനു ശേഷം വേണം അനന്ത നടപടി സ്വീകരിക്കുക. ഹൈക്കോടതിയാണ് അടുത്ത ഫോറം. ഉച്ചയ്ക്ക് ശേഷം കേസിൽ വാദം കേൾക്കാൻ 3 അംഗ ബെഞ്ച് തയ്യാറായെങ്കിലും ജോർജ് പൂന്തോട്ടം ഹാജരായില്ല. കേസ് പരിഗണിക്കുന്നത് ജൂൺ 5 മാറ്റി. RS ശശികുമാറിനെതിരെ ഇന്നലെ നടത്തിയ പരാമർശത്തിൽ ലോകായുക്ത നിലപാട് വ്യക്തമാക്കി. വിമർശനങ്ങളൊന്നും കേസിനെ ബാധിക്കില്ല, ഭയമോ മമതയോ കേസ് നടത്തിപ്പിൽ ഇല്ലെന്നും ലോകായുക്ത വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. BJP അനുകൂല നിലപാട് ആവർത്തിച്ച് ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ്. BJPയോട് മാത്രമായി രാഷ്ട്രീയ അയിത്തമില്ല, വിചാരധാരയിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ഇതിനിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കം കൂടുതൽ ശക്തമാക്കുകയാണ് BJP. ഈസ്റ്റർ ദിനത്തിൽ BJP നേതാക്കൾ ആശംസ കൈമാറിയതിൽ ഇരു മുന്നണികൾക്കും വേവലാതിയാണെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. BJPയോട് മാത്രമായി രാഷ്ട്രീയ അയിത്തം കാണുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ്. വിചാരധാരയിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. വലിയ രാജ്യത്ത് ചില അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. വിചാരധാര 50 കൊല്ലം മുമ്പത്തെ ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒത്തിരി വ്യതിയാനങ്ങളും ഒക്കെ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേതെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരു ഡോക്യുമെന്റിൽ വിവിധ മതങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ സംസാരിക്കപ്പെടും. അതല്ലാതെ അതിനെ ഈ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു സിദ്ധാന്തമുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട്
അതിൽ നിന്ന് വ്യാഖ്യാനങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ടാണ് വ്യാഖ്യാനിക്കുക. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് കരുത്തു പകരുന്നതാണ് ഓർത്തഡോക്സ് മെത്രോപൊലീത്തയുടെ പ്രസ്താവന. ഈസ്റ്റർ ദിനത്തിൽ BJP നടത്തിയ പ്രചരണത്തിന് ഇടതു വലത് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വിമർശനം ഉയരുമ്പോൾ ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെ ഇതിന് മറുപടി നൽകുന്നുവെന്നതാണ് BJPയുടെ ആത്മവിശ്വാസം. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മത മേലധ്യക്ഷന്മാരെല്ലാം പറഞ്ഞല്ലോ, വിചാരധാരയൊക്കെ ആ കാലത്തിലെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പച്ചയായ മറുപടി, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം എളുപ്പത്തിൽ നിങ്ങൾക്ക് തട്ടിക്കളയാൻ കഴിയുന്ന ഒരു ബന്ധമല്ല. പുതിയ സാഹചര്യം മുൻനിർത്തി വലിയ രാഷ്ട്രീയ നീക്കത്തിനാണ് BJP ഒരുങ്ങുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നേരിട്ടിടപെടുന്നു. But we must be confident that yes, Kerala politics is going to be changed very dramatically. There is a churning going on. What has started is just the beginning. There will be many new things happening in Kerala politics. കൊച്ചിയിൽ ചേർന്ന BJP നേതൃയോഗം പുതിയ സാഹചര്യം വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പള്ളി സന്ദർശനത്തോടെ കേരളത്തിലെ 2 മുന്നണികൾക്കും വേവലാതിയുണ്ടായെന്ന് യോഗം വിലയിരുത്തി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. മാവേലിക്കരയിൽ 12 വയസ്സുകാരനെ രണ്ടാനച്ഛനും അമ്മയും ക്രൂരമായി മർദ്ദിച്ചു. ശരീരമാസകലം മുറിവുകൾ എന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം ന്യൂസ് 18നോട് പറഞ്ഞു. ശരീരത്തിലുള്ള മുറിവുകൾ പലതും പഴുത്ത നിലയിലാണ്. കുട്ടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കുട്ടിയുടെ സ്റ്റെപ്പ് ഫാദറും മദറും കൂടി കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാകുന്നത്. മദർ മർദ്ദിച്ചു എന്നാണ് നമ്മുടെ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടറുമായ സിസ്റ്ററോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ട്. കയ്യിലും തലയിലും നെഞ്ചത്തും പുറത്തുമൊക്കെ ആയിട്ട് പല ഏജിലുള്ള മുറിവുകൾ. ചിലത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലത് ഹീൽ ചെയ്യാത്തതുകൊണ്ട്, ചിലത് പഴുത്തിരിക്കുന്നതുകൊണ്ട്. രക്തത്തിൽ കുട്ടിയുടെ വളരെയേറെ ഇമാഷിയേറ്റഡ് ആണ്. കുട്ടി വളരെ ക്ഷീണിച്ചിരിക്കുന്നു. വളരെ മസിലൊക്കെ വേസ്റ്റിംഗ് ആയിട്ട് ഇമാഷിയേറ്റഡ് ആണ്. മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണ്. നോർമലി 13-14 വേണ്ടത് 6.9 ആണുള്ളത്. എന്നാലും കുട്ടി ഒരു അപകടകരമായ നിലയിലാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ന്യൂറോ സർജറിയിലെ ഡോക്ടർ ഷിനാസ് സാദിഖിൻ്റെ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണുള്ളത്. ഇപ്പോൾ ICUയിലാണ് കുട്ടിയുള്ളത്. മെഡിസിൻ കൺസൾട്ടേഷൻ വിട്ടിരുന്നു. അൾട്രാസൗണ്ടിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലല്ല കുട്ടിയുള്ളത്. സ്റ്റേബിളാണ്. ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ്. കുട്ടിക്ക് ആഹാരം കിട്ടി കാണത്തില്ല. അതുകൊണ്ടാണ് കുട്ടി ഇത്ര ഇമാഷിയേറ്റഡ് ആയിരിക്കുന്നത്. ഒന്നില്ലേ കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ആഹാരം ലഭിച്ചിട്ടുണ്ടാവില്ല. ഒരു കുറഞ്ഞ ഒരു 2 മാസം 3 മാസമായിട്ട് ഈ ഒരു അവസ്ഥയായിരിക്കണം കുട്ടിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മുറിവുകൾ ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ വെച്ചിട്ട് അടിച്ചതോ അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായ സാധനങ്ങൾ വെച്ചിട്ട് മുറിവുണ്ടാക്കിയതോ ആവാം. അല്ല, മുറിവ് അടിച്ചതോ അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ എന്തെങ്കിലും ആവാം. പല ഏജ് ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് പറയാൻ കഴിയില്ല. മുറിവിൻ്റെ ഏജ് പലതായതുകൊണ്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹീൽഡ് ഉണ്ട്. അതിന് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായി കുട്ടി മർദ്ദനം ഏൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ തെളിയിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പേഷ്യൻ്റ് സ്റ്റേബിളാണ്. നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കൗൺസിൽ അവരുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടി സ്റ്റേബിളാണ്. കുട്ടിക്ക് മാസങ്ങളായിട്ട് കുട്ടി മർദ്ദനം ഏറ്റിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാവില്ലെന്ന് ഹൈക്കോടതി. വിദഗ്ധ സമിതി നിശ്ചയിച്ച പറമ്പിക്കുളത്ത് പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ആനയെ എവിടെ വിടണമെന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. കോടതി സർക്കാരിന് ഒരാഴ്ച സമയം നൽകി. നെന്മാറ MLAയുടെ ഹർജി തള്ളി. അരിക്കൊമ്പൻ വിഷയം 19-ന് വീണ്ടും പരിഗണിക്കും. കോടതിക്ക് സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും പ്രതിഷേധങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും നെന്മാറ MLA K. ബാബു പ്രതികരിച്ചു. പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ മാറ്റാമെന്ന് നിർദ്ദേശിച്ചത് കോടതിയല്ല, വിദഗ്ധ സമിതിയാണ്. ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്പനെ കൊണ്ടുപോകണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ആനകളെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നതല്ല പ്രശ്നത്തിന് പരിഹാരം. അതിനാൽ അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാവില്ല. ഉചിതമായ മറ്റിടമുണ്ടെങ്കിൽ അവിടേക്ക് മാറ്റാം.
അതെവിടെയെന്ന് സർക്കാരിന് നിർദ്ദേശിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കണം. ഒരു അരിക്കൊമ്പൻ മാത്രമല്ല, നിരവധി ആനകളുണ്ട്. ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. 19 വിഷയം വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഹൈക്കോടതി തീരുമാനം പറമ്പിക്കുളത്തുകാർക്ക് ആശ്വാസമാണ്. സർക്കാർ മറ്റൊരു സ്ഥലം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നെന്മാർ MLA കെ ബാബു പ്രതികരിച്ചു. കോടതി വിധി വരാനും നാളെ ആ മീറ്റിംഗ് നടത്താനും അതിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കഴിയും എന്നതും ആശാവഹം തന്നെയാണ്. പുൽമേടുകൾ നശിപ്പിച്ച് യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിച്ച സർക്കാരുകളും ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമാണെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി വിമർശിച്ചു. സഹജീവികൾക്ക് വേണ്ടി ഒരു ആനയെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോലും സമ്മതിക്കാത്ത വിധം സമൂഹം സ്വാർത്ഥമായി മാറിയെന്നും കോടതി വിമർശിച്ചു. അരിക്കൊമ്പൻ പ്രശ്നത്തിൽ നിലവിലെ സാഹചര്യം ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച ചെയ്തു. നിയമപരമായ തുടർ നീക്കങ്ങളിൽ എല്ലാ സാധ്യതയും പരിശോധിക്കാൻ വനമന്ത്രിയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പനെ വനം വകുപ്പിന്റെ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഫലപ്രദമായ വഴിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. എവിടേക്ക് മാറ്റിയാലും പ്രതിഷേധ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എവിടെ മാറ്റിയാലും ഈ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകാനിടയില്ലേ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. ജനങ്ങളുടെ ആശങ്കയും വന്യജീവികളുടെ സുരക്ഷയും പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് സർക്കാർ നാളിതുവരെ ആലോചിച്ചിട്ടുള്ളത്. ഒരു പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായ എതിർപ്പും ആശങ്കയും കണ്ടില്ലെന്ന് നടിച്ച് നിയമപരമായി മാത്രം നീങ്ങാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ വന്നിട്ടുള്ളത്. കോടതി, നീതിന്യായ കോടതി എന്നുള്ള നിലയിൽ നിയമപരമായ കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനങ്ങളെയും വിധിയെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. വയനാട്ടിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു. പാടിച്ചിറ താന്നിമലയിൽ അഭിലാഷാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഏപ്രിൽ 2 കോണിച്ചിറയിലായിരുന്നു അപകടം. വാർത്തകൾ തുടരുന്നു. ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് കൊച്ചി കോർപ്പറേഷൻ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം കൊണ്ടുവരുന്നതിന് നിരോധനം. തദ്ദേശ വ്യവസായ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന ജില്ലയിലെ നഗരസഭകളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിലെ സംവിധാനം ഈ മാസം 30 വരെ മാത്രം തുടരാനും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തമായി നിയമാനുസൃത ബദൽ സംവിധാനം കണ്ടെത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കർമ്മ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത്. ജില്ലയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാനാണ് കൊച്ചി നഗരസഭയിലെ മാലിന്യം മാത്രം ഇനി ബ്രഹ്മപുരത്തേക്ക് എത്തിച്ചാൽ മതിയെന്ന തീരുമാനം. മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് നിലനിൽക്കില്ലെന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രാരംഭ തടസ്സവാദം ജസ്റ്റിസ് സോഫി തോമസ് ശരിവച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പേരിനൊപ്പം പ്രൊഫസർ എന്ന് ചേർത്തുവെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ നോട്ടീസ് പ്രചരിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഉണ്ണിയാടൻ ഹർജി നൽകിയത്. എന്നാൽ ഇതിന് മതിയായ വസ്തുതകൾ ഹർജിയിൽ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി പ്രതികരിച്ചു. പാലാരിവട്ടം പാലം നിർമ്മാണ അഴിമതി കേസിൽ ഇഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി. ഇഡി അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. ഇത് സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് സമർപ്പിച്ച അപ്പീലാണ് കോടതി പരിഗണിച്ചത്. നേരത്തെ ഇഡി അന്വേഷണം ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സ്വപ്ന സുരേഷിനെ സർക്കാർ കരുതിക്കൂട്ടി വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് ബിച്ചു കുര്യന്റേതാണ് പരാമർശം. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുടെ പരാതിയിൽ സ്വപ്നയ്ക്കെതിരായ FIR ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതേസമയം സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന അജി കൃഷ്ണന്റെ ഹർജി ഹൈക്കോടതി തള്ളി. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. സ്വപ്ന സുരേഷിനെ സർക്കാർ കരുതിക്കൂട്ടി വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ പരാമർശിച്ചു. സർക്കാർ ദുഷ്ചിന്തയോടെ സ്വപ്നയെ വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണ്. തളിപ്പറമ്പ് പോലീസിന്റെ FIR സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി പരാമർശം. എന്നാൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്, കറൻസി കടത്ത് കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം ഉന്നതർക്കുള്ള പങ്കന്വേഷിക്കാൻ ഇഡിക്കും കസ്റ്റംസിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി.
HRD സ്ഥാപക സെക്രട്ടറി അജികൃഷ്ണ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ പുതിയ തെളിവുകളോ രേഖകളോ ഹർജിക്കാരന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. EDയും കസ്റ്റംസ് നടത്തുന്ന അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ വാഴത്തണ്ടിയിലും ഓടിനടിയിലും കൈക്കൂലി പണം ഒളിപ്പിച്ച് ഉദ്യോഗസ്ഥർ. നടുപ്പുണി ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥരുടെ വേറിട്ട കൈക്കൂലി സൂക്ഷിപ്പ് കേന്ദ്രം കണ്ടെത്തിയത്. 8,930 രൂപയാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. ആദ്യമേ പറയട്ടെ, ഇത് കൈക്കൂലി വാങ്ങുന്ന മറ്റുദ്യോഗസ്ഥർ മാതൃകയാക്കരുത്. ഇനി സംഭവം പറയാം. പാലക്കാട് നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ വാഴയിൽ നിന്നും തണ്ടിനുള്ളിൽ ഒളിപ്പിച്ച 610 രൂപ കണ്ടെത്തിയത്. തീർന്നില്ല, അടുത്ത സൂക്ഷിപ്പ് കേന്ദ്രം കാണും. ഓടിനുള്ളിൽ നിന്നും 8,320 രൂപയാണ് പിടിച്ചെടുത്തത്. 500-ന്റെ നോട്ടുകൾ ചുരുട്ടി റബ്ബർ ബാൻഡിട്ട് കെട്ടി ഭദ്രമാക്കി വെച്ചിരുന്നു. അങ്ങനെ ആകെ 8,930 രൂപ ഇവിടെ നിന്നും പിടികൂടി. അനുമതിയിൽ കൂടുതൽ അറവുമാടുകളെ ചെക്ക് പോസ്റ്റ് കടത്തിവിടുന്നതിനാണ് കൈക്കൂലി. ഒരു ലോറിയിൽ 16 കന്നുകാലികളെയാണ് കൊണ്ടുവരാൻ പാടുള്ളൂ. എന്നാൽ ഭൂരിഭാഗം ലോറികളിലും ഇതിന്റെ ഇരട്ടിയിലേറെയാണ് കന്നുകാലികളെ കൊണ്ടുവരുന്നത്. സംഭവത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സാജു, അറ്റൻഡർ വിജയകുമാർ, ഫീൽഡ് ഓഫീസർ അശോകൻ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. ന്യൂസ് 18 പാലക്കാട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളെ ഇടുക്കിയിൽ നിന്നും മലേഷ്യയിലേക്ക് കടത്തിയതായി ആരോപണം. വിസയും മെച്ചപ്പെട്ട ജോലിയും ലഭിക്കാതെ യുവാക്കൾ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി അഗസ്റ്റിനാണ് യുവാക്കളെ കബളിപ്പിച്ച് കടത്തിയത്. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റുകളിലും പാക്കിംഗ് സെഷനുകളിലും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. നെടുങ്കണ്ടം സ്വദേശിയായ അഗസ്റ്റിനെതിരെയാണ് യുവാക്കളുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 80,000 രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്തു. ജോലിക്കായി 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഇയാൾ യുവാക്കളിൽ നിന്നും വാങ്ങി. ചെന്നൈയിലെത്തുമ്പോൾ വിസ കൈവശം ലഭിക്കുമെന്ന് ആദ്യം അറിയിക്കുകയും പിന്നീട് തായ്ലൻഡിലെത്തിച്ച ശേഷം രഹസ്യമാർഗത്തിലൂടെ മലേഷ്യയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അവിടുന്ന് നമുക്ക് പാസ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിസ ചോദിച്ചു കഴിഞ്ഞാൽ വിസ ചെന്നൈ ചെന്നാലേ കിട്ടത്തുള്ളൂ എന്ന് പറയും. അവിടെ ചെന്നിട്ട് ഒരു എയർ ടിക്കറ്റ് മാത്രം ഇട്ട് തരും. ആ ടിക്കറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ ദിവസം ബോംബെക്ക് കയറ്റും. ബോംബെയിൽ നിന്ന് വീണ്ടും തായ്ലൻഡിൽ നിന്ന് കാട് മാർഗവും ബോട്ട് മാർഗവും എല്ലാം അവരെ മലേഷ്യയിലെത്തിക്കുക. മലേഷ്യയിലെത്തിച്ചു കഴിഞ്ഞിട്ട് 15-20 ദിവസം അവിടെ പട്ടിണി കിടക്കും പിള്ളേർ. തായ്ലൻഡിലെത്തിയപ്പോൾ തട്ടിപ്പ് മനസ്സിലായെങ്കിലും ഫോണും മറ്റ് സൌകര്യങ്ങളുമില്ലാത്തതിനാൽ യുവാക്കൾക്ക് ബന്ധുക്കളെ വിവരം അറിയിക്കാനായില്ല. 8 മണിക്കൂറോളം വനമേഖലയിലൂടെ നടന്നും അടച്ചുമൂടിയ കണ്ടെയ്നർ ലോറികളിലും ബോട്ട് മാർഗവും യാത്ര ചെയ്തുമാണ് ഇവരെ മലേഷ്യയിലെത്തിച്ചത്. തായ്ലൻഡിൽ നിന്ന് അവരെ കൊണ്ടുപോയത് ലീഗലായിട്ടല്ല കൊണ്ടുപോയത്, നോൺ ലീഗലായിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൊച്ചിനെ ഇവിടെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് എത്തിച്ചു തരണം. 8 മണിക്കൂർ അവരെ കാട്ടിക്കട നടത്തിയാ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പിന്നെ ഒരു ടോർസ് കണക്കുള്ള വണ്ടിയുടെ അകത്ത് ഈ പിള്ളേരെ അടച്ചാന്ന് പറഞ്ഞ് ആരും കാണാതെ കൊണ്ടുപോയത്. അഗസ്റ്റിന്റെ മകൻ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഇത് മറയാക്കിയാണ് തട്ടിപ്പ് നടന്നത്. മലേഷ്യയിലേക്ക് പോയ 6 യുവാക്കൾ പിന്നീട് ബോട്ട് മാർഗം തായ്ലൻഡിലെത്തി കീഴടങ്ങിയ ശേഷം ഗവൺമെന്റിന്റെ സഹായത്തോടെ തിരികെ നാട്ടിലെത്തുകയും ചെയ്തു. എന്നാൽ നിരവധി യുവാക്കൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് ആരോപണം. പാസ്പോർട്ട് അടക്കം പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ ഇവർക്ക് മലേഷ്യൻ സർക്കാരിന്റെ സഹായം തേടാനാകുന്നില്ല. ടൂറിസ്റ്റ് വിസ പോലും ഇല്ലാതെയാണ് ഇവർ മലേഷ്യയിൽ കഴിയുന്നത്. ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിനെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 നെടുങ്കണ്ടം. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഹാജറ കൊല്ലരുകണ്ടിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം. പരപ്പൻപോയിലിലെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാതാവിനൊപ്പമാണ് താമസിച്ചിരുന്നത്. കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഉച്ചയ്ക്ക് 2:30യോടെ കിണറ്റിൽ മൃതദേഹം കാണുകയായിരുന്നു. തുടർ നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറത്ത് ഗ്ലാസ് ലോഡ് ഇറക്കുന്നതിനിടെ
ഗ്ലാസിനും ലോറിക്കുമിടയിൽ കുടുങ്ങി ചുമട്ടുതൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൊട്ടാരം സ്വദേശി സിദ്ദീഖാണ് മരിച്ചത്. വളാഞ്ചേരി കോട്ടപ്പുറത്ത് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ലോറിയിൽ നിന്നും ഗ്ലാസ് ഇറക്കുന്നതിനിടെ ഗ്ലാസ് ദേഹത്ത് വീഴുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഗ്ലാസ് ലോഡുമായി വന്നതായിരുന്നു ലോറി. ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്നതിനിടെ ചരിഞ്ഞ ഗ്ലാസ് സിദ്ദീഖിന്റെ ദേഹത്ത് പതിക്കുകയായിരുന്നു. ലോറിക്കും ഗ്ലാസിനും ഇടയിൽപ്പെട്ട സിദ്ദീഖിനെ ഉടൻ തന്നെ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കർണാടക ബിജെപിയിൽ പൊട്ടിത്തെറി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ കർണാടക ബിജെപിയിൽ പ്രതിഷേധം ശക്തം. സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവദി പാർട്ടി വിട്ടു. സവദി കോൺഗ്രസിൽ ചേർന്നേക്കും. പിസിസി അധ്യക്ഷൻ DK ശിവകുമാർ സവദിയുമായി സംസാരിച്ചു. LMC R ശങ്കർ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്നാണ് സൂചന. ജയനഗറിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ NR രമേശിനെ അനുകൂലിക്കുന്ന 1000-ലധികം പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. രമേശ് സ്വതന്ത്രനായി മത്സരിക്കണം എന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. ബെലഗാവി, രാംദുർഗ് എന്നിവിടങ്ങളിൽ പ്രവർത്തകർ തെരുവിലിറങ്ങി. നേതൃത്വത്തിനെതിരെ രംഗത്തുവന്ന മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുമായി ഷെട്ടാർ കൂടിക്കാഴ്ച നടത്തും. രാജസ്ഥാൻ കോൺഗ്രസിലെ തർക്കത്തിൽ സമവായ നീക്കങ്ങൾ ഊർജിതം. പാർട്ടി നിർദ്ദേശം മറികടന്ന് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ ഉപവാസ സമരം നടത്തിയതിൽ സച്ചിൻ പൈലറ്റിനെതിരെ നടപടിയുണ്ടാകുമോ എന്നതിൽ തീരുമാനം നാളെ ഉണ്ടായേക്കും. രാജസ്ഥാന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സുഖ്ജീന്ദർ സിംഗ് രൺധാവയുടെ ഡൽഹിയിലെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും തീരുമാനം. ഇതിന് മുന്നോടിയായി രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച രൺധാവ നടത്തും. അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിയാലോചിച്ച ശേഷമേ ഉണ്ടാകൂ. രാജസ്ഥാനിൽ മറ്റൊരു പഞ്ചാബ് ആവർത്തിക്കാൻ ഇടയാക്കില്ല എന്ന് രൺധാവ പ്രതികരിച്ചു. പഞ്ചാബിലെ ഭട്ടിൻഡ സൈനിക കേന്ദ്രത്തിൽ 4 സൈനികർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അക്രമികൾക്കായി തെരച്ചിൽ ഊർജിതം. ആക്രമിച്ചത് സിവിലിയൻ വേഷത്തിലെത്തിയ 2 പേരാണെന്ന് സൈനികർ മൊഴി നൽകി. വെടിവയ്പ് നടന്ന സ്ഥലത്ത് നിന്ന് ഇൻസാഫ് റൈഫിളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളുടെ ഷെല്ലുകൾ കണ്ടെത്തി. തീവ്രവാദി ആക്രമണമല്ലെന്നാണ് പഞ്ചാബ് സർക്കാരും പോലീസും പറയുന്നത്. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായി സൈനിക മേധാവി ചർച്ച നടത്തി. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ ഇടിയും മിന്നലുമേറ്റ് തകർന്ന CCTV സംവിധാനം മാറ്റി സ്ഥാപിക്കാൻ ചെലവായത് 12 ലക്ഷത്തിലധികം രൂപ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ക്ലിഫ് ഹൌസിൽ പുതിയ CCTVകൾ സ്ഥാപിച്ചത്. ക്ലിഫ് ഹൌസിൽ ഇടിവെട്ടി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നശിച്ചുപോയത് മുഖ്യമന്ത്രി 1ാം LDF സർക്കാരിന്റെ കാലത്ത് വ്യക്തമാക്കിയിരുന്നു. രണ്ടാമതും അധികാരത്തിലെത്തിയതിന് പിന്നാലെ പുതിയ CCTVകൾ സ്ഥാപിച്ചു. ഇതിന് ചെലവ് 12,93,957 രൂപ. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ 4 മന്ത്രിമന്ദിരങ്ങളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്ഥാപിച്ചെന്നും അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നും കണക്കുകളിലുണ്ട്. അഡ്വക്കേറ്റ് CR പ്രാണകുമാറിനാണ് വിവരാവകാശ മറുപടി ലഭിച്ചത്. ക്ലിഫ് ഹൌസിൽ മറ്റ് ഇലക്ട്രോണിക്സ് അറ്റകുറ്റപ്പണികൾക്ക് ചെലവായത് 2.5 ലക്ഷത്തിലധികം രൂപ. 2016 മുതൽ 2020 വരെയുള്ള ക്ലിഫ് ഹൌസിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും പഴയ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് നശിപ്പിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് പറയുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. കാരണം പൊതുസമൂഹത്തിൻ്റെ നികുതി പണം കൊണ്ടാണ് ഈ കെട്ടകാലത്ത് 13 ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പുതിയ CCTV ദൃശ്യങ്ങൾ സ്ഥാപിച്ചത്. പൗർണമി, പ്രശാന്ത്, കവടിയാർ ഹൌസ് എന്നിവിടങ്ങളിൽ ഇലക്ട്രോണിക്സ് അറ്റകുറ്റപ്പണികൾക്ക് 1.5 ലക്ഷം രൂപ ചെലവഴിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. താമരശ്ശേരി പരപ്പൻപൊയിൽ സ്വദേശിയായ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതിൽ തനിക്ക് പങ്കുള്ളതായി പ്രചാരണം തള്ളി കൊടുവള്ളി സ്വദേശി സാലി. ആരോപണം അടിസ്ഥാനരഹിതമാണ്. സൗദിയിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പണം ദുബായിൽ നൽകാനായി ഷാഫിയെ ഏൽപ്പിച്ചിരുന്നു. ഇത് നൽകാതെ കബളിപ്പിച്ചതിന്റെ പേരിൽ വീട്ടിലെത്തി സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സാലി പറയുന്നു. തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സാലി പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ഷാഫിയായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ദുബായിക്ക് പോരുന്ന സമയത്ത് ഓനോട് കുറച്ച് ക്യാഷ് അവൻ്റെ കൊടുത്തിരുന്നു ദുബായിൽ തരാൻ വേണ്ടിയിട്ട്. ആ ദുബായിൽ തരാമെന്ന് പറഞ്ഞ ക്യാഷ് ഓൻ തരാതെ നിന്നപ്പം ദുബായിൽ നമ്മളെ റൂമിൽ വെച്ചിട്ട് നാട്ടിലെ കുറച്ചാളുകളും അവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള അജ്മൽ അജ്മലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ
അതുങ്ങളെല്ലാവരും സംസാരിച്ച് 15 ദിവസം കൊണ്ട് ക്യാഷ് തരാമെന്നും പറഞ്ഞ് പോയ ആള് തീരെ പിന്നെ 6 മാസമായിട്ട് ഒരു ബന്ധുവില്ലാണ്ടുന്ന സമയത്ത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു. എനിക്ക് മനസ്സിലായ മനഃപൂർവ്വം ഇതിൽ എന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് സംശയം തോന്നിയ എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മെയിലുകൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ മെയിലുകളും എല്ലാ സാധനങ്ങളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കോള് വന്നു. ഇതിൽ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ പേരിലാക്കിയിട്ട് പല ആളുകളും ശ്രമിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായപ്പോൾ. വീണ ജോർജിനെതിരായ പോസ്റ്റർ സഭ അറിഞ്ഞിട്ടില്ലെന്ന് മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ്. പോസ്റ്ററിന്റെ പേരിൽ ഒരാളുടെ വീട്ടിൽ 70 പോലീസുകാർ എത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. CCTVയിൽ കാർ കണ്ടു എന്നത് മാത്രം ആയിരുന്നു കുറ്റം. വീണ ജോർജ് പ്രതികരിച്ചിട്ടില്ല എന്ന് ഓർത്തഡോക്സ് യുവജന വിഭാഗം പറഞ്ഞിട്ടില്ലെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. യുവജന പ്രസ്ഥാനമാണെങ്കിൽ OCYM ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഒഫീഷ്യലായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വീണ ജോർജ് പ്രതികരിച്ചിട്ടില്ലെന്നൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പിന്നെ ഇപ്പോഴത്തെ പരിപാടി അറിയാലോ, ആർക്കും എന്തും പറഞ്ഞ് നോട്ടീസ് അടിക്കാം, അത് എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിച്ചു വയ്ക്കാം. OCYMൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. OCYMൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി ഒന്നും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ പേരിൽ ഒരു യുവാവിൻ്റെ വീട്ടിലേക്ക് അവനാണോ ഒട്ടിച്ചതെന്നുള്ള സംശയത്തിൽ അവൻ്റെ കാറ് CCTVയിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് 70 പോലീസുകാരും 2 DYSPയും ഒക്കെ മിനിഞ്ഞാന്ന് കയറി ചെന്നാൽ നിങ്ങൾക്കൊരു മനപ്രയാസമില്ലല്ലോ അതിൽ. അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? അമ്യൂസ്മെന്റ് പാർക്കായ വണ്ടർല കൊച്ചിയിൽ പുതിയ 2 റൈഡുകൾ കൂടി ആരംഭിച്ചു. കോർനെറ്റോ, ട്വിസ്റ്റർ എന്നീ പുതിയ റൈഡുകളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം നിഖില വിമൽ നിർവഹിച്ചു. വണ്ടർല മാനേജിംഗ് ഡയറക്ടർ അരുൺ കെ ചിറ്റിലപ്പള്ളി, കൊച്ചി പാർക്ക് ഹെഡ് രവികുമാർ MA എന്നിവർ പങ്കെടുത്തു. വ്യത്യസ്തമാർന്ന 55ലേറെ റൈഡുകൾ നിലവിൽ വണ്ടർലയിലുണ്ട്. കലാ സംഗീത പരിപാടികൾ, നാടൻ ഭക്ഷ്യമേള, മാജിക് ഷോ തുടങ്ങിയ പരിപാടികളുമായി മെയ് 31 വരെ സമ്മർ ഫെസ്റ്റ് വണ്ടർലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. സന്ദർശകർക്കായി മുൻകൂട്ടിയുള്ള ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത സിനിമാ താരം മണപ്പുറം യൂണിക് ടൈംസ് മിസിസ് ഇന്ത്യ ഗ്ലോബൽ 2023 കിരീടം കേരളത്തിന്റെ പൂജ മോഹൻ സ്വന്തമാക്കി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അവനി അവസ്ഥി ഫസ്റ്റ് റണ്ണറപ്പും കേരളത്തിന്റെ മെറിൻ ജോൺ സെക്കൻഡ് റണ്ണറപ്പുമായി. വിജയിക്ക് സാജ് എർത്ത് ചെയർമാൻ സാജൻ വർഗീസ് കിരീടം അണിയിച്ചു. പെഗാസസ് ചെയർമാൻ അജിത് രവി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. രാജ്യത്തുടനീളമുള്ള അപേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുത്ത 14 മത്സരാർത്ഥികളാണ് റാമ്പിൽ അണിനിരുന്നത്. മിസിസ് ഇന്ത്യ ഗ്ലോബൽ വിജയി പൂജ മോഹനാണ്. കോയമ്പത്തൂരിൽ വെച്ച് നടക്കുന്ന മിസിസ് ഗ്ലാം വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. സുരാജ് വെഞ്ഞാറൻമൂട്